നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒന്ന് പോടി. നിക്കടി. എങ്ങോട്ടാ? അടുക്കളയിലേക്ക്. എന്തിന്? അടുക്കളയിലെ ജോലി. ഈ അസുഖം കഴിഞ്ഞാൽ എത്ര ദിവസം ശുദ്ധത പാലിക്കണമെന്ന് അറിയോ നിനക്ക്? ഇന്നു മുതൽ അടുക്കളയിൽ കയറുന്നതിൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ആരതി. ഓ, അവള് പറഞ്ഞു. അപ്പൊ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിവിദഗ്ധയായ ഡോക്ടറാണല്ലോ. ചിക്കൻ ബോക്സിനെ കുറിച്ചുള്ള ഗവേഷണം കഴിഞ്ഞ് ഉപദേശമൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരാള്. അല്ല, നീ എന്തിനാ ഇപ്പൊ ഇത്ര തിരക്ക് പിടിച്ച് അടുക്കള കയറുന്നേന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് അസുഖം വന്ന് നീ ചാകാറായി കിടന്നിട്ടുണ്ടെങ്കിലേ അത് ദൈവം നിനക്ക് തന്ന ശിക്ഷയാണ്. ആ അസുഖം ഞങ്ങൾക്കും കൂടി പരത്താതെ നിനക്ക് സമാധാനം കിട്ടൂല. ലടി, ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല മാഡം. നീ ഒരുപാട് എന്റെ മുമ്പിൽ നിഷ്കളങ്കത ചമഞ്ഞ് നിക്കല്ലേ. നിന്റെ വിവരം കെട്ട അച്ഛൻ എന്തെങ്കിലും നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തേണ്ടത് എന്റെ മകനാണോ? സൂര്യ പോലെ ഒരുത്തനെ ഒരു അമ്പലത്തിന്റെ മുന്നിലിരുത്തി ഭിക്ഷക്കാരനെ പോലെ നീ നിന്റെ അച്ഛനും കൂടി പിച്ചെടുപ്പിച്ചു. ഇല്ല മാഡം, സാർ അങ്ങനെ ചെയ്യുന്ന ഞങ്ങൾക്കറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ സമ്മതിക്കില്ലായിരുന്നു. അറിഞ്ഞാലും നീ ഒന്നും ചെയ്യില്ല. കാരണം നിന്റെയും നിന്റെ അച്ഛന്റെ ആവശ്യം അവനൊരു പാവക്കുട്ടിയെ പോലെ നിന്റെ കാൽക്കൽ കിടക്കണം. അതുകൊണ്ടാടി നിന്റെ അച്ഛൻ അങ്ങനെ ഒരു നേർച്ചയുണ്ടെന്ന് ആ സൂര്യയോട് പറഞ്ഞതും നീ ഒന്നും അനങ്ങാൻ പറ്റാത്തതുപോലെ രോഗം അഭിനയിച്ചങ്ങ് കിടന്നതും. മാഡം എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ പാചകം ചെയ്യണ്ടെങ്കിൽ ചെയ്യുന്നില്ല. പക്ഷെ അച്ഛനെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. നിന്റെ അച്ഛനെ കുറിച്ച് ഞാൻ പറയുന്നതിൽ എന്താടി അനാവശ്യം? എപ്പോഴാടി നീയോ നിന്റെ അച്ഛനോ അഭിമാനമുള്ള ഒരു ജോലി ചെയ്ത് കണ്ടത്? കൺമുമ്പിൽ വെച്ച് ഒരുത്തൻ മകളെ ബലമായി പിടിച്ച് താലി കെട്ടിയപ്പോ നിന്റെ അച്ഛൻ എന്താ ചെയ്ത്? കരഞ്ഞ് ഗതികെട്ടവനായി അഭിനയിച്ചു. അതിനുശേഷം പല തവണ അയാൾ ഇവിടേക്ക് വന്ന് അയ്യോ എന്റെ മകൾ ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെടുകയാണല്ലോ എന്ന് പറഞ്ഞ് പല അഭ്യാസങ്ങൾ ഇവിടെ നടത്തില്ലേടി. അതെന്തിനാ? സൂര്യയുടെ മനസ്സിൽ വൈരാഗ്യം കുത്തി നിറയ്ക്കാൻ. അത് നിന്റെ അച്ഛനും നീയും കൂടി നന്നായിട്ട് സാധിച്ചെടുത്തു. ഇന്നിപ്പോ എന്റെ മകൻ ഞാൻ ഈ വീട്ടിനകത്ത് നിൽക്കാൻ അവകാശം ഇല്ലെന്ന് എന്ന് വരെ അവൻ പറഞ്ഞു. നാളെ മുതല് ഈ വീടിനകത്ത് ഉറപ്പിച്ച് ചവിട്ടി നടക്കാൻ ഞാൻ നിന്റെ അനുവാദം ചോദിക്കേണ്ടി വരും. മാഡം, ഞാൻ ചെയ്യുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങളാ മാഡം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു സ്ഥാനവും ആഗ്രഹിച്ചിട്ടില്ല. അതിനുവേണ്ടി ആരെയും നിർബന്ധിച്ചിട്ടുമില്ല. മാഡം ഇനി അങ്ങനെ പറയരുത്. ഞാൻ പറയും.
നീ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഞാൻ പറയും.